ഈ RM എന്ന് പറയുന്ന വാച്ച് ഉപയോഗിച്ച ഒരു ഇന്ത്യൻ ഉണ്ടോ? ലാലേട്ടന്റെ കയ്യിലുണ്ട്. ലാലേട്ടന്റെ 8 കോടി രൂപയുടെ വാച്ചൊക്കെ ലാലേട്ടന്റെ കയ്യിലുള്ള വാച്ചസിന് ഏകദേശം എന്റെ ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് കഴിഞ്ഞാൽ അത് എന്റെ റീറ്റെയിൽ പ്രൈസ് തന്നെ ഒരു 1.5 സിആറിന്റെ അടുത്ത് വിലയുണ്ട്. മാർക്കറ്റ് പ്രൈസ് അത് അവരാണ് തീരുമാനിക്കുന്നത് കൊടുക്കണോ വേണ്ടെന്നുള്ളത്. അതെ അതെ, ലാലേട്ടന്റെ അടുത്ത് ഞാൻ ആ വാച്ച് കണ്ടിട്ടുണ്ട്. നമ്മുടെ ലാലേന്റെ ഫോട്ടോസിലൊക്കെ അറിയാൻ പറ്റും. അതൊരു ബ്ലാക്ക് ഒരു ട്യൂണോ ഷേപ്പ് വാച്ചാണത് RM എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ മമ്മൂക്കയുടെ കയ്യിലുള്ളതില് എഫിൻ കണ്ടതില് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ബ്രാൻഡ് ഏതായിരിക്കും? ഞാൻ ഒരുപാട് വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട്. മീൻസ് അവര് ധരിച്ചിരിക്കുന്ന ഫോട്ടോയിൽ നിന്ന് ഈ വാച്ച് സ്പോട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലുള്ള വാച്ചസിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു ഈ അടുത്തൊരു പടം ഇറങ്ങില്ലേ, നൻപകൽ നേരത്തുമായിട്ട്, അതിന്റെ ഒരു പ്രൊമോഷന്റെ പോർഷനിലായിട്ട് ഒരു 8 months ബിഫോർ ഒരു ഇന്റർവ്യൂല് മമ്മൂക്ക വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാച്ച് എടുക്കുന്നുണ്ട്. അത് എന്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് പാടാണ്. ആ ലങ്കെ ഉൻ സോന എന്നാണ് ആ ബ്രാൻഡിന്റെ പേര് തന്നെ. അപ്പൊ ആ ഒരു ബ്രാൻഡ് സെഡ്വർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ വാച്ചാണ്. അത് കണ്ടു കഴിയുമ്പോൾ തോന്നും അതൊരു സാധാരണ സ്ട്രാപ്പ് വാച്ച്, ലെതർ വാച്ച് പോലെ. പക്ഷെ ആ വാച്ചിന്റെ കേസും ബെസലൊക്കെ വരുന്നത് വൈറ്റ് ഗോൾഡാണ്. അതെ അതെ, അതായത് നമ്മൾ ഈ പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലൊന്നും ഒക്കെ ആണെന്നാണ് നമ്മളിങ്ങനെ പ്രെഡിക്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഫുൾ വൈറ്റ് ഗോൾഡാ. വേറെ രസകരമായ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്പ് പോർഷൻ ഉണ്ട്, അതും വൈറ്റ് ഗോൾഡാ. ഇതിനൊക്കെ പുറമെ ഈ വാച്ചസ് ഒക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും ജസ്റ്റ് ഒന്ന് താഴെ വീഴോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും എടുത്തു വെക്കുന്ന സമയത്ത് ഭിത്തിയുമൊക്കെ ഉരയാന്ന് വിചാരിക്കാം. നമ്മൾ ജസ്റ്റ് ആണി എടുത്ത് ഇങ്ങനെ ഉറച്ചാൽ പോലും അതിൽ സ്ക്രാച്ച് വീഴില്ല. കാരണം അത് സഫേ ക്രിസ്റ്റൽസ് ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും വാല്യൂ ഉള്ള സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഈ പറയുന്ന റേറ്റ് വരുന്നത്. അതിന് എത്ര രൂപയായിരിക്കും ഏകദേശം? അതിന് അന്ന് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത്, അതായത് 8 മാസം മുമ്പ്, നമ്മൾ ഈ വാച്ചസിനൊക്കെ ഓരോ ദിവസവും വ്യത്യാസമുണ്ട്. കാരണം ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് ഒന്നെങ്കിൽ ഡോളറിൽ അല്ലെങ്കിൽ യൂറോയിലായിരിക്കും. നമ്മുടെ ഇവിടത്തെ ഇതല്ലല്ലോ. അപ്പോ അന്നത്തെ റേറ്റ് 70 to 1 CR ആയിരുന്നു അതിന്റെ ഒരു ഇതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ 70 lakhs മുതൽ 1 CR വരെ. നോക്കുമ്പോ ഒരു സാധാരണക്കാരൻ നോക്കുമ്പോ ഒരു സാധാരണ വാച്ച് അല്ലേ? അതെ അതെ, അതില് ഒരു പ്രത്യേകത ഉണ്ട്. അതിന് ജമ്പിങ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതായത് നമ്മൾ ഈ കലണ്ടറിലൊക്കെ ഡിജിറ്റ്സ് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് അടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വന്നൊരു ഓർഡറിൽ ആ ഒരു ഡിസ്പ്ലേ ആണ് അതിന്. അതിങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അത് മണിക്കൂറാണ് കാണിക്കുന്നത്. 9:46 അടുത്ത് ജമ്പ് ചെയ്തു, 9:47 അങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വെറൈറ്റി കൺസെപ്റ്റ്സും ഇതിന്റെ കൂടെ ബ്രാൻഡുകൾ ചെയ്യാറുണ്ട്. ഈ പൊതുവെ ഈ ഫീമെയിൽ സെലിബ്രിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്നതിൽ ഏത് ബ്രാൻഡിനോടാണ് കൂടുതൽ താല്പര്യം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രീമിയം കാറ്റഗറിയിൽ ചോപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ബ്രാൻഡുകളുണ്ട്. അതൊക്കെ വളരെ വിരളമായിട്ടൊക്കെ കണ്ടേക്കുന്നത്. ഒട്ടുമിക്ക ആളുകളും അറിയാവുന്ന ബ്രാൻഡിന്റെ പിന്നാലെ പോകുന്ന ആളുകളാണ്.